നമസ്കാരം. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയുള്ള വാർത്ത. ഹസീനയുടെ രാജി ഇന്ത്യക്കും ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് 2009 ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ അധികാരമേറ്റതു മുതൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ പ്രധാന സഖ്യകക്ഷിയാണ്. ബംഗ്ലാദേശിലെ പ്രക്ഷുബ്ധത ഇതിനകം തന്നെ നിരവധി ഇന്ത്യൻ കമ്പനികളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന കമ്പനികളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശുമായി ബന്ധമുള്ള ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ ഇടിവ് നേരിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇടിവ് നേരിട്ടതിന്റെ ഭാഗമായി ഓഹരി വിപണിയിൽ വലിയ ആഘാതം പ്രകടമായി തുടങ്ങി എന്ന് സാരം. സഫോള ഭക്ഷ്യ എണ്ണയ്ക്ക് പേരുകേട്ട മാരിക്കോ കമ്പനിയുടെ വരുമാനത്തിൽ 11-12% ബംഗ്ലാദേശിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ബംഗ്ലാദേശിലെ നിലവിലെ പ്രതിസന്ധി മൂലം മാരിക്കോയുടെ സ്റ്റോക്ക് 4% കുറഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിസന്ധി മാരിക്കോയുടെ വിൽപ്പനയെ ഭാവിയിൽ തടസ്സപ്പെടുത്തിയേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഏകദേശം 25% വരുമാനം നേടുന്ന ഇന്ത്യൻ കമ്പനിയാണ് പേൾ ഗ്ലോബൽ ഇൻഡസ്ട്രീസ്. ബംഗ്ലാദേശ് പ്രതിസന്ധിക്ക് ശേഷം കമ്പനിയുടെ ഓഹരികളിൽ 3%-ലധികം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇമാമിയുടെ ഓഹരികളും 4%-ലകം ഇടിഞ്ഞു എന്നതാണ് റിപ്പോർട്ട്. ഇവയൊക്കെ കൂടാതെ ബെയർ കോപ്പ്, GCPL, ബ്രിട്ടാനിയ, വികാസ് ലൈഫ് കെയർ, ഡാർബർ, ഏഷ്യൻ പെയിന്റ്സ്, പിഡിലൈറ്റ്, ജൂബിലന്റ്, ഫുഡ് വർക്സ്, ബജാജ് ഓട്ടോ എന്നീ ഇന്ത്യൻ കമ്പനികളിലും ഓഹരിയുടെ കാര്യത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. വിതരണ ശൃംഖലയുടെ ഭാഗമായി ബംഗ്ലാദേശിനെ ആശ്രയിക്കുന്ന ട്രെൻഡ്, PDS, VIP ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചാണ് ഈ അവസ്ഥ. VIP, ഇമാമി, മാരിക്കോ, ഡാർബർ, ഏഷ്യൻ പെയിന്റ്സ്, പിഡിലൈറ്റ്, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ് എന്നിവയുൾപ്പെടെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് അപകട സാധ്യതയുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് പ്രതിസന്ധി ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വസ്ത്ര നിർമ്മാണങ്ങൾക്കും സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് നൽകുക എന്ന അഭിപ്രായങ്ങളും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം കയറ്റുമതിയുടെ 25-30% വരെ ഈ മേഖലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കമ്പനികളുടെ നിലവിലുള്ള തടസ്സം വലുതല്ല എങ്കിൽ പോലും സാഹചര്യം തുടരുകയാണെങ്കിൽ ആശങ്കയ്ക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഈ വസ്ത്രമേഖലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇന്ത്യൻ വസ്ത്ര നിർമ്മാതാക്കൾക്ക് അവരുടെ വിപണി വിഹിതം ഉയർത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി നൽകും. ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽ, അരവിന്ദ് ലിമിറ്റഡ്, SP അപ്പാരൽസ്, സെഞ്ചുറി NK തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ ഉയർന്നിട്ടുമുണ്ട്. അദാനി പവർ ലിമിറ്റഡും ബംഗ്ലാദേശും തമ്മിലുള്ള വൈദ്യുതി വിതരണ കരാറിനെ കുറിച്ചും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. 2017 ഒപ്പുവെച്ച പവർ പർച്ചേസ് കരാർ പ്രകാരം അദാനി പവർ ലിമിറ്റഡ് 25 വർഷത്തേക്ക് 1496 മെഗാവാട്ട് വൈദ്യുതി ബംഗ്ലാദേശിൽ നൽകാമെന്ന് കരാറുണ്ട്. 2023 ജൂൺ മുതൽ പ്രവർത്തനക്ഷമമായ പദ്ധതി ബംഗ്ലാദേശിന്റെ വൈദ്യുതി വിതരണത്തിന് നിർണായകമാണ്. അദാനി പവർ വിതരണം ചെയ്യുന്ന കൽക്കരി വില സംബന്ധിച്ച് നേരത്തെയും ആശങ്കകൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മറ്റൊരാശങ്ക കൂടെ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ മാറ്റങ്ങളോടെ കരാർ പരിശോധിക്കുമെന്ന് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ബംഗ്ലാദേശിന് അടിയന്തര സാഹചര്യമായതിനാൽ ഏതൊരു കടുത്ത തീരുമാനവും നിക്ഷേപകരുടെ വികാരത്തെ ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ വിദഗ്ധർ. പവർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം അദാനി പവർ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത് തുടരുകയാണ്. അതുമാത്രവുമല്ല, സർക്കാർ ജോലിയിലെ സംവരണത്തെ ചൊല്ലിയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ കലാപത്തിലേക്ക് നയിച്ചതോടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടുമുണ്ട്. എന്തായാലും ബംഗ്ലാദേശിൽ പുകഴുന്ന എരി അത് ഇന്ത്യയെയും ബാധിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്.